മാജിക് അവനിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ വേനൽക്കാലത്ത് ധാരാളം ജ്യൂസുകളെല്ലാം കഴിച്ചും ഉണ്ടാക്കിയും മറ്റുള്ളവർക്ക് കൊടുത്തും ഒക്കെ ഇങ്ങനെ തള്ളി നീക്കുകയാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം സമ്മർ ടൈം നമ്മൾ ആരും എൻജോയ് ചെയ്യാറില്ല. നമുക്കൊന്നും അത്ര ഇഷ്ടമുള്ളൊരു കാലാവസ്ഥയിലൂടെ അല്ല ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും എല്ലാ ദിവസവും നമ്മൾ ജ്യൂസ് കുടിക്കണം, നിർബന്ധമായിട്ടും ധാരാളം എന്താ പറയുക പാനീയങ്ങൾ ഏതെങ്കിലും തരം. അപ്പോൾ ജ്യൂസ് വില കൂടിയ ജ്യൂസ് തന്നെ വേണമെന്നില്ല, നാരങ്ങ വെള്ളമാണെങ്കിലും ആകാം, അതല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ കഞ്ഞിവെള്ളമായാലും മതി, എന്താണെങ്കിലും കുഴപ്പമില്ല. ധാരാളം പാനീയങ്ങൾ കുടിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതൊക്കെയാണെങ്കിലും നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ജ്യൂസ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ. പലതരം വിഭവങ്ങൾ ഇപ്പോഴും നമ്മൾ തയ്യാറാക്കണം. കാര്യം നമ്മൾക്ക് എന്തായാലും രാവിലെ കാപ്പി ഉണ്ടാക്കണം, പിന്നെ ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കണം, പിന്നെ അതുപോലെ ചോറ് കറികൾ, പിന്നെ രാത്രി എന്തെങ്കിലും വിശേഷ അവസരങ്ങളാണെങ്കിൽ അത് അങ്ങനെ, വീട്ടിൽ അതിഥികൾ വന്നാൽ അങ്ങനെ. എന്നാലും നമ്മളുടെ പാചക പരീക്ഷണങ്ങൾ കാലാവസ്ഥയ്ക്കൊക്കെ അതീതമായി നിൽക്കുന്നൊരു കാര്യമാണ്. ഏത് ക്ലൈമറ്റിലാണെങ്കിലും വീട്ടമ്മമാർക്ക് വ്യത്യസ്തമായ വിഭവങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ഒട്ടും പിന്നിലേക്ക് പോകുന്നില്ല, പുതിയ പുതിയ വിഭവങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങൾ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ എന്തായാലും ഒരു സ്പെഷ്യൽ ചിക്കൻ മാജിക് അവനിലൂടെ ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചിക്കൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒരുപാട് വഴറ്റലും കാര്യങ്ങളും ഒന്നുമില്ല, പെട്ടെന്ന് എല്ലാം കൂടി ചേർത്തൊരു മാരിനേഷൻ, അത് കഴിഞ്ഞൊരു പാചകം, എല്ലാം ഒന്ന് വേവിച്ചെടുക്കുക, അതാണ് പ്രധാനമായിട്ട് ഇതിലുള്ളത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ വ്യത്യസ്തമായ രുചികരമായ ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ പേര് പറയുന്നത് ദഹി ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ തൈര് കോഴി എന്നും പറയാം. അപ്പോൾ തൈര് കോഴി എന്ന് പറയുമ്പോൾ തൈരിനാണ് ഇവിടെ പ്രാധാന്യം. അപ്പോൾ ദഹി ചിക്കൻ അല്ലെങ്കിൽ തൈര് കോഴി. അപ്പോൾ നമ്മളുടെ തൈര് കോഴി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനോട് ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം ഏകദേശം 1.5 കിലോ തൂക്കമുള്ളത് 25 കഷ്ണങ്ങളായി മുറിച്ചത്. സവാള 4 വലുത് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്. ഇഞ്ചി അരച്ചത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, പട്ട 2 വലിയ കഷ്ണം, ഗ്രാമ്പു 6 എണ്ണം, ഏലക്ക 8 എണ്ണം, വയണയില 1 വലുത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 4 ടീസ്പൂൺ, മുഴുവൻ മല്ലി തരിതരിപ്പായി പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 6 എണ്ണം 2ആയി പിളർന്നത്, അധികം പുളിയില്ലാത്ത തൈര് 2 കപ്പ്, പശുവിൻ നെയ്യ് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പം നമ്മളുടെ തൈര് കോഴി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അറിയാമേ. അപ്പോൾ തൈര് നമ്മൾക്ക് 2 കപ്പ് തൈര് വേണം. അധികം പുളിയില്ലാത്ത വീട്ടിൽ ഉറയൊഴിച്ച തൈരാണെങ്കിൽ ഏറ്റവും നല്ലത്. കോഴിയാണെങ്കിൽ നമ്മൾ ഒരു 1.5 കിലോ സൈസിനൊരു കോഴി എടുത്തിട്ട് അത് പിന്നെ കഷ്ണങ്ങളായി ഒരു 20-25 പീസസ് ആയിട്ട് മുറിക്കുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തത്. ഇതെല്ലാം ഇവിടെ റെഡിയാണ്. എന്നിട്ട് ആദ്യം നമുക്ക് ചിക്കൻ, ഞാനിപ്പോൾ 25 പീസസ് 25 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ചേരുവകളെല്ലാം തന്നെ ഒന്നിച്ച് ചേർത്ത് ചിക്കൻ്റെ കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് പുരട്ടി മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചേക്കണം. അതാണ് ഇതിൻ്റെ സീക്രട്ട്. ഇതിന് രുചി പകരുന്ന ഒരു പ്രധാന കാര്യം അതാണ്. അപ്പോൾ വഴറ്റലൊന്നും ഇല്ലയെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം വെച്ചേക്കണം, അതാണ് പ്രധാനം. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചേർക്കണം. ആദ്യമായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വരെ ആകാം. അതിനോടൊപ്പം മുളക് പൊടി ഒരു 4 ടീസ്പൂൺ അരച്ചെടുക്കുക. 4 ടീസ്പൂൺ, മുളക് പൊടിയും, പിന്നെന്താ, അപ്പോൾ വെളുത്തുള്ളി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി അരച്ചത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നു, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്. അപ്പം വെളുത്തുള്ളി അരച്ചത്, അതായത് ഗാർലിക് പേസ്റ്റ്, അത് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഇഞ്ചി അരച്ചത് ജിഞ്ചർ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് പച്ചമുളക് 6 എണ്ണം 2ആയി പിളർന്നത്, വയണയില ബേ ലീഫ് അത് 1 എണ്ണം, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടന്നോട്ടെ. ഇതെല്ലാം കൂടി വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കും, കുഴപ്പമില്ല. പിന്നെ പട്ട 2 കഷ്ണം, 2 വലിയ കഷ്ണം എടുത്തിട്ട് ചെറുതായിട്ട് പട്ട, ഹോൾ സ്പൈസസ് ആയിട്ടാണ്, മുഴുവനെയാണ് ഇടുന്നത്, പൊടിച്ചല്ല. ഒരു 7-8 ഏലക്ക, പിന്നെ എന്താ ഗ്രാമ്പു 5-6 ഗ്രാമ്പു. ഇതിനൊന്നൊരു കണക്കില്ല, 6, 7, 8 എന്നൊക്കെ ഞാൻ പറയുന്നതേ ഉള്ളൂ, ഇഷ്ടാനുസരണം ചേർക്കാം. പിന്നെന്താ വേണ്ടത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പാകത്തിനുള്ള ഉപ്പൊക്കെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ചേർക്കാം. ആദ്യത്തെ സ്റ്റേജിൽ കുറച്ച് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക്
ചിക്കനിൽ പിടിക്കാനുള്ള ഉപ്പ് എന്തായാലും വേണം. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറി തയ്യാറാക്കി കഴിഞ്ഞിട്ടും അവസാനത്തെ ഘട്ടത്തിലും ചേർക്കാൻ സാധിക്കും. കൂടിയാൽ പിന്നെ കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താ ഇതിലിപ്പോൾ നമ്മൾ ചേർക്കാത്തത്, തരിതരിപ്പായി പൊടിച്ച് വെച്ച മല്ലി, മുഴുവൻ മല്ലി തരിതരിപ്പായിട്ട് വറുക്കാതെ പൊടിക്കണം. മല്ലിപ്പൊടിയല്ല, നമ്മൾ തന്നെ മുഴുവൻ മല്ലി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിക്കുക. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുക തരിതരിപ്പായിട്ട്. അത് മാറ്റി വയ്ക്കുക, അതിപ്പോൾ വേണ്ട. നെയ്യും നമ്മളിതിൽ ചേർത്തില്ല. ബാക്കി ഇതിൻ്റെ ആവശ്യമുള്ള ഏകദേശം എല്ലാ ചേരുവകളും ആയി കഴിഞ്ഞു. ഇനി സവാള, ഇതാണ് പ്രധാനപ്പെട്ട. അപ്പോൾ ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് യോജിപ്പിക്കാം. എന്നിട്ട് സവാളയും ചേർത്ത് വീണ്ടും യോജിപ്പിക്കാം. ഈ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത്, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചത്, ഒരു വഴണയില, പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഏലക്ക 8 എണ്ണം ചേർത്തു, ഗ്രാമ്പൂ 6 എണ്ണം, പട്ട 2 കഷ്ണം, പിന്നെ 6 പച്ചമുളക് 2 പിളർന്നതും, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്തു, പിന്നെ മുളക് പൊടി 4 ടീസ്പൂണും ചേർത്തു. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഏകദേശം എല്ലാ കാര്യങ്ങളും ചേർത്തു. ഇതിനോടൊപ്പം നമ്മൾ സവാള, 4 സവാള നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിയുക, അതും കൂടി ചേർക്കുക. അതും ഇതിൻ്റെ കൂടെ യോജിപ്പിക്കണം. ഇത് കൂടാണ്ട് ഇനിയാണ് നമ്മൾ തൈരും കൂടി ചേർക്കുന്നത്. സവാള ഒന്നും നമ്മൾ വഴറ്റിയല്ല ചേർക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു ഗുണം. നമുക്ക് ഒരു പാടുമില്ല, എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി. ഇനി തൈര്, 2 കപ്പ് തൈര് ഞാൻ അളന്നെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ തൈര് ചിക്കനാണ്, അതുകൊണ്ട് അത്രയും തൈര് നമ്മൾ ചേർക്കും. 2 വലിയ കപ്പ്, 240 ml കപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ 2 കപ്പ്. അങ്ങനെ തൈരും ചേർത്തു. പക്ഷെ അധികം പുളിയില്ലാത്ത നമ്മൾ വീട്ടിൽ ഒഴിക്കുന്ന തൈരാണ് ഏറ്റവും നല്ലത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. 2 hours, 2 മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നാണ് പറയേണ്ടത്. കാര്യം 2 മണിക്കൂർ ഇരിക്കുമ്പോൾ അത്രത്തോളം ഇത് നന്നായിട്ട് പിടിച്ചിരിക്കും. കുറച്ചുകൂടെ കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 2 hours മാരിനേഷൻ ഞാൻ വെച്ചിരിക്കുകയാണ്. 2 മണിക്കൂർ ഇതൊന്ന് പിടിച്ച് വരട്ടെ മസാല. എന്തായാലും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പക്ഷേ കാണുന്ന ഉടനെ കാണും കേട്ടോ. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട. പക്ഷേ ഞാനൊരു 2 മണിക്കൂർ സമയം ഇത് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വരാം. അതുകൊണ്ട് ഷോർട്ട് മാജിക്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇപ്പോൾ 2 മണിക്കൂർ സമയം മാരിനേറ്റഡായി മസാലയൊക്കെ പിടിച്ചിരിക്കുവാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി അടുത്തത് ചെയ്യേണ്ടത്, അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. നമ്മൾ 2 കാര്യങ്ങൾ ഇതിൽ ചേർത്തിട്ടില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ ചേർത്തതാണ്. ഇനി നമ്മൾ ആ 2 കാര്യമാണ് ഇനി ചേർക്കേണ്ടത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക്, ഇതിൽ നമ്മൾ എണ്ണയിലല്ല ചെയ്യുന്നത്, അല്പം നെയ്യിൽ തന്നെയാണ്. അതൊരു പ്രത്യേക സ്വാദായിരിക്കും. ഒരു 2 ടേബിൾ സ്പൂൺ നല്ല പശുവിൻ നെയ്യ്, 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലി, ഇത് മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ എടുക്കും. എന്നിട്ട് വറുത്തൊന്നുമില്ല, അല്ലാതെ തന്നെ പച്ചമല്ലിയാണ് നമ്മൾ മിക്സിയിലിട്ട് ഞാനൊന്ന് തരിതരിപ്പായി പൊടിച്ചെടുത്തു. ഇത് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഉണ്ടാകും. ഇത് 2 ടേബിൾ സ്പൂൺ കറക്റ്റ് അളന്നെടുത്തിട്ട് പൊടിച്ചതാണ് മല്ലി. അപ്പോൾ അതിനെ നമ്മൾ നെയ്യൊന്ന് ചൂടാക്കി അതിലിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റണം, ഒന്ന് മൂപ്പിക്കും. നെയ്യ് മൂത്ത് വരുന്നു, നല്ല മണം. ഇതിലേക്ക് തരിതരിപ്പായി പൊടിച്ച മല്ലി. അപ്പോൾ ഇതിനെ മല്ലിപ്പൊടി എന്നങ്ങനെ പറയാൻ പറ്റില്ല, ഏതാണ്ട് ഇങ്ങനൊരു പ്രത്യേക തരിയോടുകൂടി ഇങ്ങനെ ചതച്ചെടുത്ത മാതിരിയാണ്. പക്ഷേ ഡ്രൈ ആയിട്ട് പൊടിച്ചു. നല്ല മണം, നല്ല മൂത്ത് മല്ലി ഇങ്ങനെ മൂക്കുന്നൊരു മണം വന്നു തുടങ്ങി. ഇതിലേക്ക് ചിക്കൻ, ഇച്ചിരി ഏറെ ഉണ്ട്, കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്തതല്ലേ. ചിക്കൻ അതിൻ്റെ മസാലയോടുകൂടി ഇതിനകത്തേക്ക് ചേർക്കും. എന്നിട്ടൊന്ന് യോജിപ്പിക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റണം. ഒരു 5 മിനിറ്റ് സമയം തന്നെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മളിത് കുക്കറിലേക്ക് മാറ്റും. അപ്പോൾ അടുപ്പിലിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയപ്പോൾ ചെറുതായിട്ട് ആവി കയറി തുടങ്ങി. കണ്ടില്ലേ, ഇങ്ങനെ ആവിയെല്ലാം വന്നു തുടങ്ങി. എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നന്നായി യോജിച്ചു. മറ്റൊന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ കുക്കറിലേക്ക് മാറ്റാം. അതേ അടുപ്പിലേക്ക് തന്നെ പാത്രം വയ്ക്കാം. എന്നിട്ട്
നമുക്ക് എല്ലാം കൂടി ചിക്കനും ബാക്കി കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് കുക്കറിലേക്ക് മാറ്റും. കംപ്ലീറ്റ് ചിക്കനും അതിൻ്റെ മസാലയും എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നമ്മൾ കുക്കറിലേക്ക് മാറ്റി കഴിയും. അങ്ങനെ തൈര് കോഴിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉള്ളിലേക്ക് പോയി. ഇനി കുക്കർ ഒന്ന് അടയ്ക്കുക. എന്നിട്ട് ഒരു വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം എന്തായാലും കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ, എങ്ങനെ ഞാൻ ചെയ്തതെന്ന് എല്ലാ കാര്യങ്ങളും കുക്കറിലേക്ക് മാറ്റി കഴിയും. അപ്പോൾ ഒരു വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ ഷാർട്ട്. അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കർ ഓഫ് ചെയ്ത് അല്പസമയം തണുക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ തുറന്നു. ഇപ്പോൾ ഇച്ചിരി ചാറോടുകൂടി കുറച്ച് ലൂസ് ചാറായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ചാറ് ഇച്ചിരി കുറുകിയ ചാറല്ല, കുറച്ച് വെള്ളം പോലെ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി വീണ്ടും അടുപ്പ് കത്തിച്ച് ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് ചാറൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കുക്കറിൽ വെച്ച് വേണമെങ്കിലും നമുക്ക് കുറച്ച് നേരം അടപ്പ് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിച്ചാലും മതിയാകും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി കാണാൻ പാകത്തിന് കുറച്ചുകൂടി വലിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റാം. അപ്പോൾ അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇത് ഈ പാത്രത്തിലേക്ക് ചിക്കൻ അതിൻ്റെ ചാറോടുകൂടി ചേർക്കും. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു ചാറാണ്. ഇനി ഇതൊന്ന് കുറുകണം. നല്ലൊരു മണമാണ്, വ്യത്യസ്തമായൊരു മണമാണ്. സാധാരണ ഒരു ചിക്കൻ കറിയുടെ മണമല്ല, ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കനാണ്. എസ്പെഷ്യലി ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അതായത് നമ്മളുടെ തൈര് കോഴി അഥവാ ദഹി ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ വെള്ളയിലേക്ക് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അത് കോഴിയുടെ എണ്ണയും നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്, വഴട്ടാനായിട്ട് കാര്യങ്ങൾ. അതാണ് ഇതിലേക്ക് ഇതിനൊരു പ്രത്യേക ഫ്ലേവർ എല്ലാം കൊടുക്കും. എല്ലാം കൂടെ അപ്പോൾ വഴട്ടിലൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മളൊരു ചിക്കൻ തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ നല്ല ഓറഞ്ച് റെഡ് കളറിലുള്ള ഒരു ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ തൈര് കോഴി അഥവാ ദഹി ചിക്കൻ. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. ഇതെന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഉണ്ടാക്കാൻ ഒരു വീട്ടമ്മയ്ക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കുക്കിയായിരിക്കും. സ്വാദിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ല, നല്ല മുന്നിൽ തന്നെയാണ്. നല്ലൊരു മണമാണ്. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മണം ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ആവശ്യത്തിന് ചാറ് അതെന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ എത്ര ചാറ് വേണം അതനുസരിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇതെന്താണ് ഇനി അടുത്തതായി മാറ്റിക്കാതെ സെക്കൻഡ് റെസിപ്പി. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അതെനിക്ക് രാത്രി നമ്മൾ കഴിക്കുന്നത്, നമ്മൾ കഴിക്കുന്നത് മോമാക്കാം, അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തെ ഒരു പ്രധാനമാക്കാം. എങ്ങനെയാണ് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യം, അതായത് ആപ്പം. ആപ്പം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് അത് അരച്ച് അല്ലെങ്കിൽ മാവ് തപ്പി കാച്ചി കുഴച്ച് അല്പസമയം വെച്ചിട്ട് അല്പം അല്ലാതെ 6 മുതൽ 8 മണിക്കൂർ സമയം വരെ അത് ഫെർമെൻറ്റ് ചെയ്യാൻ പൊങ്ങാനായിട്ട് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് അപ്പം കഴിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ അപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ പുളിയൊന്നും വേണമെന്നില്ല. ഒരു ദോശ പോലെ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്കൊരു ദോശ അപ്പം തയ്യാറാക്കാം, അല്ലേ? ഒരു ഇൻസ്റ്റൻറ്റ് അപ്പം പെട്ടെന്ന് ഒരു പക്ഷേ നമുക്ക് വൈകുന്നേരത്തേക്ക് അതിഥികൾ വന്നാലോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് വീട്ടിൽ ഗസ്റ്റ് വന്നു നമുക്ക് രാത്രിത്തേക്ക് ഇതിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ തോന്നിയാൽ ഇൻസ്റ്റൻ്റ് അപ്പം പാക്കറ്റിൽ വാങ്ങിച്ചേണമെന്നില്ല, നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടേ, അതിനെന്തൊക്കെ ചേരുവകളെന്ന് നോക്കാം. ഇൻസ്റ്റൻ്റ് അപ്പത്തിന് വേണ്ട ചേരുവകൾ: നല്ല ഇനം പച്ചരി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്, പൊന്നിയരി കൊണ്ട് തയ്യാറാക്കിയ ചോറ് 1 കപ്പ്, തേങ്ങ ചിരകിയത് 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്. അപ്പോൾ ഇതിന് വെള്ളത്തിൽ കുതിർത്ത പച്ചരി ഇത് 1 കപ്പ് വെള്ളത്തിൽ നിന്ന് ഊറ്റി റെഡിയാക്കി വെച്ചു. 1 മണിക്കൂറോ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്താലും മതി, ധാരാളം.
അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ എന്തായാലും ചോറുണ്ടാകും. അപ്പോൾ ഇത് പൊന്നിയരി വേവിച്ച ചോറാണ്, വൈറ്റ് കളറിലെ റൈസില്ല. വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരുടെ വീട്ടിലെപ്പോഴും വൈറ്റ് റൈസ്. ഇനി വൈറ്റ് റൈസ് ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, നമ്മുടെ സാധാരണ ചമ്പാവരി ചോറാണെങ്കിലും കുഴപ്പമില്ല. ഏതാണെങ്കിലും നമ്മൾ ഉണ്ണുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ആ അരി ചോറ്, അത് 1 കപ്പ്. പിന്നെന്താ, ഏതാണ്ട് 1 കപ്പോളം തേങ്ങ ചെറിയത്, ഇളം തേങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെന്താ വേണ്ടത്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഓപ്ഷണൽ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ചേർത്ത് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നല്ല കുറുകിയ ഒരു മാവ് തയ്യാറാക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഞാനൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ മാവ് ഇവിടെ അരച്ച് റെഡിയാക്കി കഴിഞ്ഞു. ഇതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അപ്പം എന്ന് വേണമെങ്കിലും പറയാം, അതല്ല ഇൻസ്റ്റൻറ്റ് ദോശ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഉടനെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ അയവെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും ഇത്രയെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് അത് നന്നായിട്ട് അരയണം. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, അടുപ്പ് കത്തിക്കാം. ഒരു ദോശക്കല്ല് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലേക്ക് വയ്ക്കാം, തവ. എന്നിട്ട് ഇതിലേക്കാണ് പൊടിക്കുന്നത്. നോൺ സ്റ്റിക്ക് ആണെങ്കിലും ചില നോൺ സ്റ്റിക്കിൽ നമ്മൾ ചെറുതായിട്ടൊന്നും എണ്ണ തടവിയാലും കുഴപ്പമൊന്നുമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 പാറ്റേണിൽ ചെയ്ത് നോക്കാം. ഇതൊരു അപ്പത്തിൻ്റെ പാറ്റേൺ. ഒന്ന് അടച്ച് എന്നിട്ട് ഇതിങ്ങനെ ചെയ്യാം. അടുത്തത് നമുക്ക് ദോശ പോലെ ചെയ്യാം, പല രീതിയിൽ. ചിലപ്പോൾ അത് വേറൊരു ടെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ ഉരട്ടി മാതിരി തോന്നും. ആ ഒരു ടേസ്റ്റാണ്. നമ്മൾ ഉരട്ടിയുടെ അതേ സ്വാദാണ്, പക്ഷെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും ടേസ്റ്റ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഏതാണ്ട് ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് നമ്മൾ ദോശ ചെയ്യുന്നതൊന്ന് തിരിച്ചിടാം. നല്ല സോഫ്റ്റാണ്. ദോശയാണെന്ന് വെച്ചാൽ ദോശയല്ല, ആപ്പമാണെന്ന് വെച്ചാൽ ആപ്പവും അങ്ങനത്തെ ഒരു കൺവെൻഷനൽ ആപ്പമല്ല, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ടെക്സ്ചർ, ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് അപ്പം. അപ്പോൾ ഏകദേശം റെഡി ആയി കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡ് ഭാഗത്തിന് തമ്മിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിടാം. കണ്ടല്ലോ, ഈ രീതിയിൽ ചെയ്യാം. അപ്പം ശരിക്കും നമ്മുടെ രീതിയിൽ ഇപ്പോൾ ദോശയ്ക്കാണെങ്കിലും ആപ്പത്തിനാണെങ്കിലും നമുക്ക് ഫെർമെൻറ്റേഷൻ വേണം. ഒരു 6 മുതൽ 8 മണിക്കൂർ സമയം നമ്മൾ മാവാട്ടി വെച്ചേക്കാം. പക്ഷേ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ആപ്പം അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ദോശ പോലെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അന്നേരം അരയ്ക്കുന്നു, അന്നേരം തന്നെ ചൂടുന്നു. ഇതിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണ് നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെ കുറച്ചുകൂടി ലൂസാക്കാൻ വേണ്ടി ലൂസാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാം. അങ്ങനത്തെ രീതിയിലും കൂടി നമുക്ക് നോക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നല്ല ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പരന്ന ദോശ പൊടി ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇത് ഇച്ചിരി കട്ടിയിൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇച്ചിരി കൂടെ ലൂസാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നേരിയതായിട്ട് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി നേരിയതായിട്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ദോശ, ഇൻസ്റ്റൻറ്റ് ദോശ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് അപ്പം റെഡിയായി. ഇത് നമ്മൾ കുറച്ചുകൂടി ലൂസായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഒരു ദോശ മാവ് മാതിരി ചെയ്യും, കുറച്ചുകൂടെ തിന്നർ. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് ദോശയായിട്ടോ ഇൻസ്റ്റൻറ്റ് ആപ്പമായിട്ടോ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ പല രീതിയിൽ ഇങ്ങനെ കാണിച്ചു തരാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്തു. ഇതൊരു ദോശ മോഡലിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. അത് കുറച്ച് കട്ടിയുള്ള മോഡൽ, ഇതൊരു ആപ്പം സ്റ്റൈല് ദോശ മോഡൽ. അപ്പോൾ എത്ര എളുപ്പത്തിൽ തന്നെ നമുക്കിങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ഇത് ഭയങ്കര സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് എന്താ പറയാം, ഫിഷ് കറി നല്ല കോമ്പിനേഷനാണ്, മീൻ കറി. ഇനി ചമ്മന്തി കൂട്ടി കഴിക്കാൻ വളരെ സ്വാദാണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് ചമ്മന്തി കൂട്ടി കഴിക്കാം, നോൺ വെജിറ്റേറിയൻസിന് മത്സ്യക്കറി, മീൻ കറി ആകാം. അതല്ലാന്നുണ്ടെങ്കിൽ
ചിക്കൻ്റെ വ്യത്യസ്തമായ ഏതുതരം കറിയും കഴിക്കാം. അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാമെന്നുള്ളതാണ്. നല്ല എന്താ പറയുക, ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമുള്ളതല്ലോ. നമ്മുടെ അരി, തേങ്ങ, ചോറ്, ഈ 3 കാര്യങ്ങളല്ലേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കരിക്ക് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ കരിക്കപ്പം അല്ല, അപ്പോൾ കരിക്ക് ദോശയല്ല, നമ്മൾ തേങ്ങയുടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ കംപ്ലീറ്റ് മാവും ചുട്ടെടുക്കാം. ഇതിൽ നിന്നും എനിക്ക് തോന്നുന്നു ഈ ടൈപ്പ് ഓഫ് ദോശയാണെങ്കിൽ ഒരു 10-12 ദോശയ്ക്ക് തികയും. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ച ചിക്കൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തൈര് കോഴിയായിരുന്നു, ദഹി ചിക്കൻ. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ 2 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് മസാല പുരട്ടി വെച്ചിരുന്നു, എന്നിട്ട് തയ്യാറാക്കാം, കൂടുതൽ സ്വാദായിരിക്കും. പിന്നെ അത് 2 മണിക്കൂർ വെച്ചുണ്ടാക്കുന്നത്. രണ്ടാമത് കാണിച്ച നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശ ആപ്പം കോമ്പിനേഷനാണെങ്കിൽ വെച്ചിക്കേ വേണ്ട, അത് എപ്പോഴും അരയ്ക്കുന്നു ഉടനെ ഉണ്ടാക്കി തുടങ്ങും, അങ്ങനെയാണ്. എന്തായാലും ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ